نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلن تجد له وليا مرشدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد الله أكبر الله أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر ولله الحمد أما بعد أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم يا أيها الذين آمنوا قوا أنفسكم وأهليكم نارا وقودها الناس والحجارة عليها ملائكة غلاظ شداد لا يعصون الله ما أمرهم ويفعلون ما يؤمرون. ഏറെ സ്നേഹം നിറഞ്ഞ രക്ഷിതാക്കളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, പരമകാരുണികനും കരുണാനിധിയുമായ പടച്ചതമ്പുരാന്റെ വിധിയും വിലക്കുകളും നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലും നന്നായി പാലിച്ച് ഏറ്റവും നല്ലവരായി ജീവിക്കണമേ എന്ന് എല്ലാവരോടുമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു അങ്ങനെ ജീവിച്ച് അപ്രകാരം ഈ ദുനിയാവിൽ നിന്ന് അന്ത്യയാത്രക്കൊരുങ്ങാനുള്ള മഹത്തായ തൗഫീഖ് റബ്ബ് നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, പരിശുദ്ധ ഇസ്ലാമിൽ ഏറെ പ്രാധാന്യമുള്ള നമസ്കാരം പോലെ, നോമ്പ് പോലെ, സക്കാത്ത് പോലെയൊക്കെ ഏറെ പ്രാധാന്യമുള്ള വളരെ മഹത്തായ ഒരു കർമ്മമാണ് ഇസ്ലാമിക പ്രബോധനം എന്നത്.
സ്വർഗാവകാശികൾ ആരാണ് എന്ന് അള്ളാഹു പറയുന്നിടത്ത് അവരുടെ ഒട്ടനേകം ഗുണങ്ങൾ അള്ളാഹു പരിചയപ്പെടുത്തുമ്പോൾ അതിലൊന്ന്, അവരല്ലാഹുവിന്റെ മാർഗത്തിൽ ദഅവത്ത് നടത്തുന്നവരാണ് എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഖൈറു ഉമ്മ എന്ന് റബ്ബ് പരിചയപ്പെടുത്തിയത് അവരെയാണ്. നമ്മളൊക്കെ മരിച്ചാലും ഖിയാമത്ത് നാൾ വരെ നമ്മുടെ ഖബറിലേക്ക് ആസാറുകൾ വന്നുകൊണ്ടിരിക്കുന്ന മഹത്തരമായ പുണ്യമാണ് പ്രബോധനം എന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ വിടവാങ്ങൽ പ്രസംഗത്തിലും ഊന്നിയൂന്നി പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യമാണ് ഇസ്ലാമിക ദഅവത്ത് എന്നത്. ഒരു യഥാർത്ഥ പ്രബോധകൻ ആരാണ് എന്ന് ചോദിച്ചാൽ നമുക്കതിന് പറയാനുള്ള മറുപടി 3 മേഖലകളിൽ കൃത്യമായി ശ്രദ്ധിക്കുന്നവനാണ് ഒരു യഥാർത്ഥ പ്രബോധകൻ. ഏതൊക്കെയാണ് സഹോദരങ്ങളെ ആ 3 മേഖലകൾ? അതിലൊന്ന്, ഇസ്ലാമിക പ്രബോധനം നടത്തുന്ന ഒരാൾക്ക് അയാളുടെ ജീവിതത്തിൽ ഏറ്റവും അനിവാര്യമായി ഉണ്ടാവേണ്ട വിഷയമാണ് ആ മനുഷ്യന്റെ വ്യക്തി ജീവിതത്തിൽ ദീന് വേണം എന്നത്. കാരണം ആളുകളോട് നിസ്കാരത്തെ സംബന്ധിച്ച്, നോമ്പിനെ സംബന്ധിച്ച്, ഹജ്ജിനെ കുറിച്ച്, സ്വതക്കയെ സംബന്ധിച്ച് എല്ലാം പറയാൻ ഒരാൾക്ക് യോഗ്യതയുണ്ടാവണമെങ്കിൽ ആ കാര്യങ്ങളെല്ലാം അയാളുടെ ജീവിതത്തിൽ കൃത്യമായി അയാൾ അനുഷ്ഠിക്കുന്നവനാവണം. കാരണം പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അതഅ്മുറൂന അന്നാസ ബിൽ ബിർരി വതൻസൗന അൻഫുസകും വഅൻതും തത്ലൂനൽ കിതാബ അഫലാ തഅഖിലൂൻ. അല്ലാഹുവിന്റെ ചോദ്യം, നിങ്ങൾ എന്തിനാണ് ആൾക്കാരോട് നല്ലത് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത്? നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളൊന്നും നിങ്ങളുടെ ജീവിതത്തിൽ ഇല്ലല്ലോ എന്ന് പരിശുദ്ധ ഖുർആനിന്റെ 2-ാം അധ്യായത്തിന്റെ 44-ാമത്തെ വചനത്തിൽ അല്ലാഹു നമ്മളോട് ചോദിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. യാ അയ്യുഹല്ലദീന ആമനൂ ലിമ തഖൂലൂന മാ ലാ തഫ്അലൂൻ. ആളുകളോട്, നല്ലത് പറയുന്നവരോട്, ആളുകളെ തിന്മയിൽ നിന്ന് വിലക്കുന്നവരോട് അല്ലാഹു വീണ്ടും പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ എന്തിനാണ് ആളുകളോട് പറയുന്നത് എന്ന്. അപ്പൊ ഒരു പ്രബോധകന്റെ ജീവിതത്തിൽ അയാൾ ഏറ്റവും അടിസ്ഥാനപരമായി ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് പറയുന്ന കാര്യങ്ങൾ അയാളുടെ സ്വന്തം ജീവിതത്തിൽ ഉണ്ടാവുക എന്നത്. രണ്ടാമത്തെ ഒരു കാര്യം, ഒരു മനുഷ്യൻ അയാളുടെ ജീവിതത്തിൽ നന്നായി ദീന് പാലിച്ചാൽ പിന്നെ അയാള് ഇസ്ലാമിക പ്രബോധന രംഗത്ത് ഏറ്റവും അനിവാര്യമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അയാൾ അവനവന്റെ കുടുംബത്തെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ അനിവാര്യമായ കാര്യങ്ങൾ അയാൾ ചെയ്യണം. നമ്മൾ മാത്രം നരകത്തിന് കഴിച്ചിലായ പോരല്ലോ, നമ്മളെ കുടുംബം നരകത്തിന് രക്ഷപ്പെടണ്ടേ? അപ്പൊ അതിന് ആവശ്യമായ കാര്യങ്ങൾ കൃത്യമായി പ്രബോധനം തുടങ്ങുമ്പോൾ അവനവന്റെ കുടുംബത്തിൽ നിന്ന് അയാൾ ആരംഭിക്കണം. സ്വന്തത്തിൽ നിന്ന്, രണ്ടാമത്തെ ഏരിയ കുടുംബത്തിൽ നിന്ന് എന്നതാണ്. കുടുംബത്തിൽ ശിർക്കിൽ മുങ്ങിക്കുളിച്ച ആളുകളുണ്ടാവും, ബിദ്അത്തെമ്പാടും ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ടാവും. വസ്ത്രത്തിന്റെ, വേഷത്തിന്റെ, ദീനിയായ വിഷയങ്ങളിലൊന്നും തീരെ ശ്രദ്ധിക്കാത്ത ആളുകളെ നമുക്ക് കാണാൻ കഴിയും. ഒരുപക്ഷെ 4 ആളുകൾ ഇങ്ങനെ കൂടി നിൽക്കുന്ന സമയത്ത് അത് എന്റെ കുട്ടിയാണ്, ആ നിൽക്കുന്നത് എന്റെ ഭാര്യയാണ്, അയാളാണ് എന്റെ ഭർത്താവ് എന്ന് ശരിക്കും പറയാൻ കഴിയാത്ത സാഹചര്യങ്ങളുള്ളവർ ഒരുപക്ഷെ നമ്മളെയൊക്കെ കൂട്ടത്തിലുണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുന്നത്,
നമ്മളെ ജീവിതത്തിൽ ശരിക്കും നമ്മൾ ദീന് പാലിച്ചാൽ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മളെ കുടുംബത്തിന്റെ കാര്യം നന്നായി ശ്രദ്ധിക്കണം. ഖുർആൻ പറഞ്ഞല്ലോ, യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ. ഈമാനുള്ളവരെ എന്ന് വിളിച്ച്, സത്യവിശ്വാസികളെ എന്ന് വിളിച്ച് അല്ലാഹു നമ്മളോട് പറയാണ്, ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ. നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ശരീരത്തെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അനിവാര്യമായ ഏതൊക്കെ കാര്യങ്ങളുണ്ടോ ആ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ കൊണ്ടുവരണേ. മാത്രമോ വഅഹ്ലീകും നാറാ, നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ കൊണ്ടുവന്ന ആ ദീനുണ്ടല്ലോ അത് തന്റെ കുടുംബത്തിനും കൃത്യമായി നിങ്ങൾ ഓരോരുത്തരും എത്തിച്ചു കൊടുക്കണേ. എന്നിട്ട് റബ്ബ് പറയാണ്, ഇങ്ങനെ ഒരാൾ ചെയ്താൽ മാത്രമാണ് അവർക്ക് രണ്ടു കൂട്ടർക്കും ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുന്നത്. എന്നിട്ട് റബ്ബ് പറയാ, വഖൂദുഹന്നാസു വൽ ഹിജാറ, ആ നരകത്തിൽ കടന്നെരിയുന്നത് മനുഷ്യരും കല്ലുകളുമാണ്. അലൈഹാ മലായികത്തുൻ ഗിലാദുൻ ശിദാദ്, ആ നരകത്തിന് ചില പാറാവുകാരുണ്ട്. അവരുടെ അവസ്ഥ എന്താണെന്നറിയുമോ? ശക്തന്മാരാണ്, മല്ലന്മാരാണ് അവര്. ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂൻ. റബ്ബ് എന്തൊരു കാര്യമാണോ ആ മലക്കുകളോട് കൽപ്പിച്ചത് അത് അക്ഷരം പ്രതി അങ്ങനെ തന്നെ ചെയ്യുന്നവരാകുന്നു അവര്. അതുകൊണ്ട് വിശ്വാസികളെ, നിങ്ങളുടെ സ്വന്തം ശരീരത്തെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അനിവാര്യമായ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണേ. നിങ്ങളുടെ കുടുംബവും മനുഷ്യനും വലിയ പാറക്കല്ലുകളും കടന്നെറിയുന്ന നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അത്യാവശ്യമായ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണേ. അപ്പൊ നമ്മളെ കാര്യം ശരിക്കും നമ്മൾ ശ്രദ്ധിച്ചാൽ എന്ത് ചെയ്യണം? നമ്മളെ കുടുംബം ശരിക്ക് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അനിവാര്യമായ എല്ലാ കാര്യങ്ങളും ഒരു രക്ഷിതാവ് എന്ന നിലക്ക്, ഒരു പ്രബോധകൻ എന്ന നിലക്ക് ചെയ്യാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഇത് രണ്ടും കഴിഞ്ഞാലോ മൂന്നാമത്തെ ഏരിയ എന്ന് പറയുന്ന സഹോദരങ്ങളെ, നമ്മളെ ജീവിതത്തിൽ കൃത്യമായി ദീന് പാലിച്ചു, കുടുംബത്തിന് നമ്മൾ എത്തിച്ചു കൊടുത്തു. ചിലപ്പോൾ നമ്മൾ പറയുന്ന കാര്യങ്ങൾ സ്വീകരിച്ചോളണമെന്നില്ല, അനുസരിച്ചോളണമെന്നില്ല, എന്റെ പണി നോക്കുന്നൊക്കെ ചിലപ്പോൾ നമ്മളോട് ഇങ്ങോട്ട് പറഞ്ഞേക്കാം. പക്ഷെ എന്നാലും എത്തിച്ചു കൊടുക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. ഇത് രണ്ടും കഴിഞ്ഞാൽ മൂന്നാമത്തെ ബാധ്യത എന്താ? മൂന്നാമത്തെ ബാധ്യത എന്ന് പറയുന്നത്, സമൂഹം വളരെ വലിയ പ്രതിസന്ധികളിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമൂഹത്തെ ദീനിലേക്ക് തിരിച്ചു വിളിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. അല്ലാഹ് പറഞ്ഞല്ലോ നമ്മളോട്, വൽ മുഅ്മിനൂന വൽ മുഅ്മിനാതു ബഅദുഹും ഔലിയാഉ ബഅദിൻ യഅ്മുറൂന ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുൻകർ. സത്യവിശ്വാസികൾ പരസ്പരം ഏകോദര സഹോദരങ്ങളായി ജീവിക്കേണ്ടവരാണ്. അവരുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്വാളിറ്റി എന്താണെന്നറിയുമോ? സമൂഹത്തോട് അവര് നന്മ കൽപ്പിക്കട്ടെ, അവര് സമൂഹത്തെ തിന്മയിൽ നിന്ന് രക്ഷപ്പെടുത്തുകയും ചെയ്യട്ടെ. കുന്തും ഖൈറ ഉമ്മ, നിങ്ങളിൽ നിന്നൊരു ഉമ്മത്തുണ്ടാവണം, ഖൈറു ഉമ്മത്തുണ്ടാവണം. എന്താണ് ആ ഉമ്മത്തിന്റെ പ്രത്യേകത എന്നറിയുമോ? അവര് സദാചാരത്തിലേക്ക് ക്ഷണിക്കുന്നവരാണ്. ദുരാചാരത്തിൽ നിന്ന് അരുത്, ചെയ്യരുത്, പാടില്ല എന്ന് പറഞ്ഞ് ആളുകളെ അതിൽ നിന്ന് വിലക്കുന്നവരാകുന്നു അവര്. വൽതകും മിൻകും ഉമ്മ യദ്ഊന ഇലൽ ഖൈർ. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ വീണ്ടും വിശദീകരിക്കുകയാണ്, നിങ്ങളിൽ നിന്ന് ഒരു ജനപദം ഉണ്ടാവണം, ഒരു സമൂഹം ഉണ്ടാവണം. എന്താണ് ആ സമൂഹത്തിന്റെ പ്രത്യേകത എന്നറിയുമോ? അവര് ഖൈറിലേക്ക് ക്ഷണിക്കുന്നവരാണ്, നന്മയിലേക്ക് വിളിക്കുന്നവരാണ്. തിന്മ കാണുമ്പോ അരുത്, അത് ചെയ്യരുത്, അത് പാടില്ല, ഇത് അല്ലാഹു ചെയ്യരുത് എന്ന് പറഞ്ഞ വിഷയമാണ്. ഇത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കലും ജീവിതത്തിലേക്ക് കൊണ്ടുവരരുത് എന്ന് പറഞ്ഞ വിഷയമാണ്. അതുകൊണ്ട് അത് ചെയ്യരുത് എന്ന് പറയുന്നവരാകുന്നു അവരെ. അപ്പൊ ഒരു പ്രബോധകൻ ഈ മൂന്ന് മേഖലകളും കൃത്യമായി ശ്രദ്ധിക്കണം എന്നതാണ് ഇസ്ലാമിന്റെ താല്പര്യം. ഇനി നമ്മൾ അനുബന്ധമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സഹോദരങ്ങളെ, ഇത് മൂന്നൊക്കെ ഇപ്പൊ പാലിക്കാൻ ആർക്കെങ്കിലും കഴിയോ എന്ന് ചിലപ്പോൾ നമ്മളിങ്ങനെ ചിന്തിച്ചേക്കാം. ഈ മൂന്ന് ഏരിയകളും ഒരുപോലെ ശരിക്കും ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയും. അവനാരൊക്കെ നന്നായ പോരെ, കുടുംബം ഞാൻ കുറെ പറഞ്ഞു നോക്കി നന്നാവണില്ല, എന്താ കാട്ടുക, സമൂഹത്തോട് ഞാൻ എന്തിനാണ് ഇപ്പൊ അത് പറയാൻ നിൽക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്ന ആളുകൾ ഉണ്ടാകും. ഈ മൂന്ന്
ഏരിയകളും എങ്ങനെ ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുമെന്ന് ആലോചിക്കുന്നവരുമുണ്ടാകും. എന്നാൽ ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ സമയത്ത് ശരിക്കും ഞാൻ നിങ്ങളോട് ഏറ്റവും കൂടുതലായി ഓർക്കുന്ന മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം ശരിക്കും നമ്മൾ പരിശോധിച്ചാൽ ഈ 3 മേഖലകളും കൃത്യമായി ഒരുപോലെ തന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന പ്രവാചകനായിരുന്നു ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം. അതുകൊണ്ടാണ് അദ്ദേഹത്തെ അന്ന് എന്ത് പറഞ്ഞത്? ഇന്ന ഇബ്രാഹിമ കാന ഉമ്മ. ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഒരു ഉമ്മത്താണ്, ഒരു സമൂഹമാണ്. ഇബ്രാഹിം അല്ലദീ വഫാ. പടച്ചോനെ എന്തൊക്കെയാണോ ആ പ്രവാചകനെ ഏൽപ്പിച്ചത് ആ കാര്യങ്ങളെല്ലാം ഭംഗിയായി ചെയ്ത പ്രവാചകനായിരുന്നു അദ്ദേഹം എന്ന് ആ പ്രവാചകനെ അള്ളാഹു പരിചയപ്പെടുത്താൻ കാരണം അതാണ്. സ്വന്തം ജീവിതത്തിൽ അദ്ദേഹം എന്ത് ചെയ്തു? കൃത്യമായി ദീൻ ഉൾക്കൊണ്ട് ജീവിച്ചു. അല്ലാഹ് അദ്ദേഹത്തോട് പറയുന്നുണ്ട്, ഇത് ഖാല ലഹു റബ്ബുഹു അസ്ലിം ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ. ഇബ്രാഹിമേ, നീ മുസ്ലിമായി ജീവിക്ക്. ദീനുമായി ബന്ധപ്പെട്ട ഏതൊക്കെ കാര്യങ്ങളുണ്ടോ അതെല്ലാം നിന്റെ സ്വജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് ജീവിക്കുക എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു തആല കൽപ്പിച്ചപ്പോൾ റബ്ബിനോട് തിരിച്ചങ്ങോട്ട് ആ പ്രവാചകൻ പറയുന്നു, ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ. പടച്ചോനെ, ഞാൻ എന്റെ വ്യക്തി ജീവിതത്തിൽ ഇതാ ദീനുമായി ബന്ധപ്പെട്ട ഏതൊക്കെ കാര്യങ്ങളുണ്ടോ അതെല്ലാം ഞാൻ എന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. ഇന്ന സ്വലാഹ വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ ലാ ശരീക ല വബിദാലിക ഉമിർതു വഅന അവ്വലുൽ മുസ്ലിമീൻ. ഇത് ഖലീലുള്ളാഹിന്റെ പ്രഖ്യാപനമാണ്, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പ്രഖ്യാപനമാണ്. എന്റെ നമസ്കാരം, എന്റെ ബലികർമ്മം, എന്റെ ജീവിതം, എന്റെ മരണം അതൊക്കെ റബ്ബേ നിനക്ക് സമർപ്പിച്ചുകൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത്. വഅന അവ്വലുൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിലെ ഒന്നാമത്തവനാണെന്ന് റബ്ബിനോട് പ്രഖ്യാപിക്കുന്നു ആ പ്രവാചകൻ. അപ്പൊ തന്റെ വ്യക്തി ജീവിതത്തിൽ കൃത്യമായി ദീൻ ഉൾക്കൊണ്ട പ്രവാചകനായിരുന്നു ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം. എന്നിട്ട് അദ്ദേഹം എന്താ ചെയ്തത് സഹോദരങ്ങളെ? തന്റെ ജീവിതത്തിൽ അദ്ദേഹം പഠിച്ച ദീന് പടച്ചോന്റെ വഴിയുടെ അടിസ്ഥാനത്തിൽ നേരെ എന്ത് ചെയ്യാണ്? ഈ കാര്യം കുടുംബത്തെ അറിയിക്കണം. അതാണ് രണ്ടാമത്തെ ഏരിയ. വാപ്പാന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് വാപ്പാനോട് അദ്ദേഹം പറയാണ്, വാപ്പ ആരാണ്? അദ്ദേഹത്തിന്റെ പേര് ആസർ എന്നാണ്. ബിംബങ്ങൾ ഉണ്ടാക്കും, എന്നിട്ട് അത് വിൽക്കും. ഇതായിരുന്നു ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പിതാവിന്റെ പണി. ചെറുപ്പം തൊട്ട് ഇങ്ങനെ ഈ വിഗ്രഹത്തിന്റെ മുമ്പിൽ ഇങ്ങനെ കൊണ്ടുപോയി വെക്കുന്ന നിവേദ്യങ്ങൾ ഇങ്ങനെ എലി കാർന്നു തിന്നുമ്പോ അദ്ദേഹം ചോദ്യം ചെയ്തിരുന്നു, അത് എന്താണ് ഇപ്പ ഇതിന്റെ കഥ? തൊട്ട് മുമ്പിലുള്ള അവർക്കായി കാണിക്ക വെച്ച നിവേദ്യങ്ങളിൽ നിന്ന് എലി അത് കഴിക്കുമ്പോൾ അതുപോലും ഒന്നും തടയാൻ സാധിക്കണില്ലല്ലോ, വല്ലാത്തൊരു കാര്യമാണ് ഉള്ളത് എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാം വാപ്പാനോട് കുഞ്ഞുനാളിലേ പറഞ്ഞിരുന്നു. അള്ളാഹുവിന്റെ പ്രവാചകനായപ്പോ വാപ്പാന്റെ അരികിലേക്ക് ചെന്നിട്ട് പറയാണ്, വഇദ് ഖാല ഇബ്രാഹീമു ലിഅബീഹി ആസറ അത്തഖിദു അസ്നാമൻ ആലിഹ ഇന്നി അറാക വഖൗമക ഫീ ളലാലിൻ മുബീൻ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പിതാവിന്റെ അരികിലേക്ക് ചെന്നിട്ട് പിതാവിനോട് ചോദിക്കുകയാണ്, എന്തിനാണ് ഉപ്പാ ഈ കാണാത്ത കേൾക്കാത്ത ഉത്തരം ചെയ്യാത്ത, നിങ്ങൾക്കൊരു ഉപകാരമോ ഒരു ഉപദ്രവമോ ചെയ്യാത്ത ഈ വിഗ്രഹങ്ങളോട്, ഈ ബിംബങ്ങളോട്, ഈ അസുനാമകളോട് എന്തിനാണ് ഉപ്പാ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്? ഇപ്പാന്റെ മറുപടി എന്താ? ഇബ്രാഹിമേ, മാറിക്കോ, ഞാനിത് ഒരുപാട് കാലായി കേൾക്കാൻ തുടങ്ങിയിട്ട്. ഇനി നീ ഇതിൽ നിന്ന് പിന്മാറുന്നില്ലെങ്കിൽ ഇബ്രാഹിമേ, നീ ഇവിടുന്ന് പോയിക്കോ, പോയിട്ടില്ലെങ്കിൽ നിന്നെ ഞാൻ എറിഞ്ഞോടിക്കും എന്ന്
ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ കുടുംബം അദ്ദേഹത്തോട് സംസാരിക്കണം. അതാ ഞാൻ പറഞ്ഞു, ചിലപ്പോൾ കേട്ടോളണമെന്നില്ല എന്ന് പറഞ്ഞത്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പഠിച്ച ദീന് ശരിക്ക് നമ്മളെ കുടുംബത്തെ ശരിക്ക് എത്തിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയണം. അപ്പൊ ഈ രണ്ട് ഏരിയയും കൃത്യമായി ഇബ്രാഹിം നബി അലൈഹി സ്വലാം ചെയ്തു. മൂന്നാമത്തെ ഏരിയ ഏതാ? മൂന്നാമത്തെ ഏരിയ പാപ്പ വീട്ടിൽ നിന്ന് പുറത്താക്കി. പിന്നെ നേരെ അദ്ദേഹം ചെല്ലുന്നത് എവിടേക്ക്? നമ്രൂദിന്റെ കൊട്ടാരത്തേക്കാണ്. ഇപ്പൊ ഉള്ളതിനേക്കാൾ വലിയ പ്രയാസത്തിലേക്കാണ് അദ്ദേഹം ശരിക്കും ചെല്ലണത്. നമ്രൂദിനോട് ചോദിക്കുന്നു, ഇത് ഖാലനി അബീഹി വഖൗമിഹി മാ തഅബുദൂൻ. നമ്രൂദിന്റെ കോട്ടകൊത്തളത്തിന്റെ മധ്യത്തിൽ വെച്ചുകൊണ്ട് നമ്രൂദിനോടും അവിടുത്തെ പരിവാരങ്ങളോടും മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം ചോദിക്കുന്നു, നിങ്ങൾക്ക് അല്ലാഹുവിനെ ആരാധിച്ചുകൂടെ? നിങ്ങൾക്ക് അവനോട് പ്രാർത്ഥിച്ചുകൂടെ? എന്റെ റബ്ബാരാണെന്നറിയുമോ? അല്ലദീ ഖലഖനി ഫഹുവ യഹ്ദീൻ. എന്റെ റബ്ബാണ് എന്നെ സൃഷ്ടിച്ചത്. എനിക്ക് ഹിദായത്ത് നൽകിയതും എന്റെ പ്രിയപ്പെട്ട റബ്ബ് തന്നെയാണ്. മാത്രവുമല്ല, എനിക്ക് ആഹാരം നൽകിയവനാണ്, അതുപോലെ തന്നെ എനിക്ക് വെള്ളം നൽകിയവനാണ്, എന്നെ ജീവിപ്പിച്ചവനാണ്, എന്നെ മരിപ്പിച്ചവനാണ്. എനിക്ക് രോഗമുണ്ടാകുന്ന സമയത്ത് എന്റെ രോഗത്തെ സുഖപ്പെടുത്താൻ കഴിയുന്നവനാണ് എന്റെ പ്രിയപ്പെട്ട നാഥൻ. അതുകൊണ്ട് ആ റബ്ബിനെ ആരാധിച്ചുകൂടെ? ഈ വിഗ്രഹങ്ങളെ ഉപേക്ഷിച്ചുകൂടെ? സഹോദരങ്ങളെ, നമ്രൂദിന്റെ കൊട്ടാരത്തിൽ വെച്ച് ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവരോട് ചോദിക്കും. അപ്പൊ ശരിക്കും ഒരു ഇസ്ലാമിക പ്രബോധകൻ എന്ത് ചെയ്യണം? ഈ മൂന്ന് ഏരിയകളും കൃത്യമായി തന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് ജീവിക്കണം എന്നതാണ് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പൊ ആ വിഷയത്തിലും ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൽ നിന്ന് ഉന്നതമായ മാതൃക നമുക്ക് ഓരോരുത്തർക്കും കാണാൻ കഴിയും. ആ മാതൃക കൃത്യമായി മനോഹരമായി നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് ജീവിക്കുന്നവരായി നാം ഓരോരുത്തരും മാറുക. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.